ഹലോ ഫാമിലി, സാറയാണ്. ഞാൻ മീഷോയിൽ കുറച്ച് കിഡ്സ് വെയർ നോക്കിയായിരുന്നു. നമ്മൾ അന്നാമ്മയ്ക്ക് 6 വയസ്സാണ്. അവൾ ഇച്ചിരി കുണ്ടുമണി ആയതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഉടുപ്പിങ്ങനെ ഒരുപാട് ഉടുപ്പ് വില കൂടിയത് ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല. വാങ്ങിച്ചതെല്ലാം പണി കിട്ടിയിട്ടുണ്ട്. കാരണം പിള്ളേർ വലുതായി വരെയല്ലേ, നമ്മളതിൻ്റെ ഭംഗി കണ്ട് കൊതി കൊണ്ട് വാങ്ങിക്കും. ഭയങ്കര വിലയാവാറുണ്ട് ചിലപ്പോഴൊക്കെ. അപ്പോൾ ഇപ്പം ഞാൻ മീഷോയിൽ നോക്കിയപ്പോൾ മീഷോയിൽ കിഡ്സ് വെയർ ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കോട്ടൺ സാരീസ് എല്ലാം ഞാൻ ധൈര്യത്തോടെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു ഓൺലൈൻ പർച്ചേസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കിഡ്സിൻ്റെ 300 രൂപയ്ക്ക് താഴെയുള്ളതാണ് എല്ലാം കാണിക്കുന്നത്. ഇപ്പം ഇതൊരു സാരിയാണ്. ആ ഒരു സാരി ഞാനത് കണ്ടപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഒന്ന് ഓർഡർ ചെയ്താണ് കേട്ടോ. നല്ലതായിരുന്നു കേട്ടോ. ഒരുമാതിരി എന്താ പറയുക, കോട്ടൺ അല്ല, പക്ഷെ നല്ലൊരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ. എനിക്ക് മെറ്റീരിയൽ മനസ്സിലായില്ല. ഇത് കണ്ടോ, ഇതൊരു ചുരിദാർ പോലത്തെ. നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വലിയ ആൾക്കാരെ ഡ്രസ്സ് ഇടാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും. എനിക്ക് ചുരിദാർ വേണം അമ്മേ, എനിക്ക് അങ്ങനത്തെ വേണം, അങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പോൾ അന്നാമ്മയ്ക്ക് ഒരു ചുരിദാർ വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ 6 വയസ്സുള്ള അന്നാമ്മയ്ക്ക് ഞാൻ എടുത്ത സൈസ് 10, 11, അതായത് 10 വയസ്സിന് മേളിലേക്കാണ്. അപ്പം മീഷോയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്, അതായത് നമ്മളുടെ മക്കൾക്ക് ഇപ്പോൾ ഒരു 3 വയസ്സുള്ള കുഞ്ഞിനാണെങ്കിൽ 5 വയസ്സിൻ്റെ എടുക്കണം. ഇപ്പം 6 വയസ്സാണെങ്കിൽ ഒരു 8 വയസ്സിന് മുകളിലേക്ക് വേണം നമ്മൾ എടുക്കാനായിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് റിട്ടേൺ പോളിസി ഉണ്ട്. ഇപ്പോൾ എടുത്തിട്ട് അത് പറ്റിയില്ലെങ്കിൽ ആ ടാഗ് ഒന്നും പൊട്ടിക്കാതെ റിട്ടേൺ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. റിട്ടേൺ എടുത്തിട്ട് പോകും. ഇപ്പോൾ ഈ കാണിച്ച ഡ്രസ്സിൽ ഇപ്പോൾ ഈ പൊട്ടിക്കുന്ന ഡ്രസ്സ് കണ്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അതായത് ഫോട്ടോസിനും എന്താ പറയുക, കാണാൻ ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ വിലക്ക് നോക്കുമ്പോൾ ഓക്കെ 200 രൂപ എങ്ങാണ്ട് ഉള്ളൂ. പക്ഷേ എനിക്കത് ഒട്ടും എന്താ പറയുക, കാണാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നെങ്കിൽ ഒട്ടും ക്വാളിറ്റി തോന്നിയില്ല. ഇത് മാത്രം ഞാൻ റിട്ടേൺ വിട്ടിട്ടോ. ബാക്കി കണ്ടതെല്ലാം നല്ല കോട്ടൺ ആയിരുന്നു. പിന്നെ ഫുൾ സ്ലീവ് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തണുപ്പ് ഇതൊക്കെ അല്ലേ. പിന്നെ അത് കൂടാതെ നമുക്ക് ഈ ഡ്രസ്സുകളെല്ലാം തന്നെ നമുക്കിപ്പോൾ ട്യൂഷനും പോകുമ്പോഴോ അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പിള്ളേരെ കൊണ്ടുപോകുമ്പോഴൊക്കെ പെട്ടെന്ന് എടുത്തിടാൻ പറ്റിയതാണ് കേട്ടോ. പിന്നെ ഈ കാണിക്കുന്ന 3 ഡ്രസ്സും എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ വാങ്ങിച്ചോട്ടോ. അടിപൊളി മെറ്റീരിയലാണ്. നല്ല ഫ്രീ ആയിട്ട് പിള്ളേർക്ക് വീട്ടിലെടുക്കാൻ പറ്റും. സെയിം തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് ഈ സാധനത്തിന്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ടൈറ്റ്സോ അല്ലെങ്കിൽ ഷോർട്സോ എന്തെങ്കിലും ഇട്ടിട്ട് ഇപ്പോൾ തൊട്ടടുത്തൊക്കെ പിള്ളേരെ നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ ഇത് മതി. അത്രയും ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം അത് മനസ്സിലാവണമെന്ന് എനിക്കറിയത്തില്ല. ഇതിന് പ്രിൻ്റ് ആണെങ്കിലും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് അന്നാമ്മ ഇട്ടായിരുന്നു. അന്നാമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഉടുപ്പുകൾ കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ അന്നാമ്മ എടുത്തിരിക്കുന്നത് 11, 12 വയസ്സിൻ്റെ സൈസാണ്. അപ്പോൾ നിങ്ങൾക്കും കാര്യം മനസ്സിലായില്ല. ഇപ്പോൾ 5 വയസ്സാണെങ്കിൽ ഒരു 10 വയസ്സിൻ്റെ സൈസ് അങ്ങനെ എടുത്തേക്കാം. നല്ല ഫ്രീ ആയിട്ട് ഇടാൻ പറ്റും. പിന്നെ ഇതുപോലെ ഷോർട്സും ടീഷർട്ടും കിട്ടിയായിരുന്നു. കാരണം നമ്മുടെ പിള്ളേർ ഇപ്പോൾ പെൺകൊച്ചുങ്ങളെ എപ്പോഴും തുണി വലിച്ചിട്, ഉടുപ്പ് വലിച്ചിട് എന്ന് പറഞ്ഞ് അവരിങ്ങനെ ഒതുക്കുന്നതിനോട് എനിക്ക് ഭയങ്കര താല്പര്യക്കുറവാണ്. അപ്പം ഞാനെന്ന് വെച്ചാൽ അവർക്ക് ഫ്രീ ആയിട്ട് നടക്കാനായിട്ട് കൂടുതലും ഷോർട്സ്, ടീഷർട്ട് അങ്ങനത്തെയൊക്കെ ഞാൻ ഇപ്പോൾ ഈ പ്രായത്തിൽ, കാരണം അവർ കുഞ്ഞുങ്ങളല്ലേ, അവർക്കത് സ്വയം അറേഞ്ച് ചെയ്യാനുള്ള പ്രായമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും പാൻറ്, ടീഷർട്ട് ഒക്കെ കൂടുതലും, അതായത് അവർക്ക് ഓടിക്കളിച്ച് നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ, ഇപ്പോൾ ട്യൂഷൻ സെൻറ്ററോ അല്ലെങ്കിൽ വേദപാഠ ക്ലാസ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റുള്ള ഇപ്പോൾ എന്താ പറയുക, വല്ല മാർക്കറ്റിൽ പോകുന്നോ പാർക്കിൽ പോകുന്നൊക്കെ അവർക്ക് ഫ്രീ ആയിട്ട് കൈയും കാലും പൊക്കി കളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ എടുക്കുന്നത് കേട്ടോ. കൂടുതലും അവർ കുറച്ചങ്ങ് വലുതാവുമ്പോൾ നമുക്ക് ഫ്രോക്കൊക്കെ കിട്ടുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവും. ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ അത് പെൺകുട്ടി ആയതുകൊണ്ടല്ല കേട്ടോ, ഇങ്ങനെയൊക്കെ കാണും ആൾക്കാരെന്നുള്ളൊരു ബോധം വരും. കണ്ടോ, ഈ ഡ്രസ്സ് കണ്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു ഫോട്ടോയിൽ, പക്ഷേ ഒട്ടും ക്വാളിറ്റി ഇല്ലടാ. അതുകൊണ്ട് അതുമാത്രം ഞാൻ തിരിച്ചു കൊടുത്തു. ഈ ഡ്രസ്സൊക്കെ അടിപൊളിയാണ് കേട്ടോ, നിങ്ങൾ വാങ്ങിച്ചോട്ടോ. 300 രൂപയിൽ താഴെ ഉള്ളൂ. പിന്നെ റിട്ടേൺ പോളിസി ഉണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചു. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ ഇട്ടേക്കാം കേട്ടോ, നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അത് കഴിഞ്ഞിട്ട് വാങ്ങിച്ചതാണ് ഇതുപോലെ തന്നെ ഈ ഒരു ഷോർട്സും, ഇതൊരു പാൻറ്റും ടീഷർട്ടും ആയിരുന്നു. ഇതും നല്ല ക്വാളിറ്റി ആയിരുന്നു. ഇതിലാകെ ഞാൻ മേടിക്കണ്ട എന്ന് പറയുന്നത് ആ ഒരു വയലറ്റ് പോലത്തെ ഉജാല കളർ പോലത്തെ ഒരു കണ്ടില്ലേ, കാണാൻ ഭംഗിയുണ്ട്. പക്ഷെ അത് വാങ്ങിക്കേണ്ട, അത് അത്ര 200 രൂപയുള്ളെങ്കിലും ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. പിന്നെ വന്ന ഒരു 2 ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇതിൽ ആ വൈറ്റ് ടീഷർട്ട് ഇച്ചിരി ടൈറ്റ് ഉണ്ട്, പക്ഷേ നല്ലതായിരുന്നു. ഇതൊരു പോളിസ്റ്റർ ആണെങ്കിലും ഇല്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടെ ഇട്ടിട്ടോ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇതൊന്നും